വടകരയിൽ കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് മുരളീധരന്റെ അപ്രതീക്ഷിത വരവ്. ഘടകകക്ഷികളുടെയും RMPയുടെയും ആവശ്യം പരിഗണിച്ചാണ് പ്രധാന സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറക്കിയത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും നിർണായകമായി. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 4 ഒഴികെയുള്ള സീറ്റുകളിലേക്ക് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. തർക്കം നിലനിന്നിരുന്ന 4 മണ്ഡലങ്ങളിൽ ആറ്റിങ്ങലും ആലപ്പുഴയും വയനാടും ഇന്നലെ ധാരണയായി. അവശേഷിച്ചത് വടകര മാത്രം. സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മേൽ സമ്മർദ്ദമേറിയെങ്കിലും അദ്ദേഹം തയ്യാറാകാതിരുന്നതോടെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള പ്രാദേശിക മുഖങ്ങളെ പരിഗണിച്ചു. P. ജയരാജനെതിരെ ദുർബല സ്ഥാനാർത്ഥി പോരെന്ന് പാർട്ടിക്കകത്തുനിന്നും പുറത്തുനിന്നും ആവശ്യമുയർന്നു. കെ മുരളീധരനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളും RMP നേതാവ് KK രമയും കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു. ഹൈദരലി തങ്ങളും കോൺഗ്രസ് നേതാക്കളും വടകരയിലെ സാഹചര്യങ്ങൾ മുരളീധരനുമായി പങ്കുവച്ചു. 11:30 മുരളീധരൻ മത്സരിക്കാൻ തയ്യാറായ വിവരം ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയെ അറിയിച്ചു. കെ മുരളീധരനുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ വടകരയിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. പാർട്ടിക്ക് വേണ്ടി ശക്തമായൊരു പോരാട്ടം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ അവരെ അറിയിച്ചു. വടകരയ്ക്കൊപ്പം വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. വടകരയിൽ കെ മുരളീധരൻ വന്നതോടെ ദുർബല സ്ഥാനാർത്ഥി പട്ടിക എന്ന പ്രതീതി തകർക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കരുത്തു നൽകും. MN നിതീഷിനും ഫൈസൽ നീർക്കുന്നതിനുമൊപ്പം മിജി ജോസ്, മീഡിയ 1.